പറ്റി ആൽവിന്? നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നല്ലോ. ഇപ്പോഴത്തെ എക്സാമിലെ മാർക്ക് നോക്കൂ, ജയിച്ചിട്ട് പോലുമില്ല. ടീച്ചർ അത് പറയുമ്പോൾ സണ്ണി മകനെ നോക്കി. ആൽവിൻ തലയും താഴ്ത്തി നിൽക്കുകയാണ്. ടീച്ചറെ, ഞാനിവനെ ഇന്ന് നേരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോട്ടെ എന്ന് സണ്ണി ചോദിച്ചപ്പോൾ ടീച്ചർ സമ്മതിച്ചു. അവനെയും കൂട്ടി സണ്ണി കാറിൽ സ്കൂളിൽ നിന്ന് യാത്ര തിരിച്ചു. നേരെ വീട്ടിലേക്ക് ചെന്ന് പപ്പ തന്നെ ഒരുപാട് അടിക്കുമെന്നാണ് അവൻ കരുതിയത്. പക്ഷെ അങ്ങനെ ഉണ്ടായില്ല. വണ്ടി നേരെ പോയത് ബീച്ചിലേക്കായിരുന്നു. എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞു എന്ന് പപ്പ ചോദിച്ചാൽ തനിക്ക് പറയാനൊരു ഉത്തരമില്ല. സത്യമാണെങ്കിൽ പറയാനും കഴിയില്ല. വല്ലാത്തൊരു ധർമ്മസങ്കടത്തിലായിരുന്നു ആൽവിൻ. എന്താടാ, നീ പേടിച്ചു പോയോ? മാർക്ക് കുറയുന്നതും കൂടുന്നതും എല്ലാം സ്വാഭാവികമാണ്. ചീത്ത പറയുന്നൊന്നും അല്ല നിന്നെ കൊണ്ടുവന്നത്. വെറുതെ സ്കൂളിൽ പോകുന്നതും വരുന്നതും പഠനവും മാത്രമല്ലേ ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് ഒരു ചേഞ്ച്, മനസ്സിനൊക്കെ ഒരു റിഫ്രഷ്നെസ്, അത്രയേ ഈ യാത്ര കൊണ്ട് ഉദ്ദേശിച്ചുള്ളൂ. പപ്പ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. പപ്പയുടെ മുഖത്തെ സ്നേഹം കണ്ടപ്പോൾ എന്തുകൊണ്ട് അറിയാതെ ഉള്ളിൽ ഒരു കുറ്റബോധം നിറയാൻ തുടങ്ങി. അത് കണ്ണുകളിൽ പ്രതിഫലിച്ചു. കണ്ണുകൾ നിറഞ്ഞ് താഴേക്കൊഴുകി. അത് കണ്ടപ്പോൾ പപ്പ എന്നെ ചേർത്ത് പിടിച്ചു, ഒരക്ഷരം പോലും മിണ്ടാതെ. കുറേ കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു ബോംബുണ്ട്. അത് പൊട്ടുമോ എന്ന ഭയത്തിലാണ് ഓരോ നിമിഷവും കഴിച്ചു കൂട്ടുന്നത്. എല്ലാം തുറന്നു പറഞ്ഞ് മനസ്സിനെ ഒന്ന് ശാന്തമാക്കണമെന്ന് വല്ലാതെ മോഹിച്ചു പോയി. പക്ഷെ പപ്പയോട് തുറന്നു പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. എത്ര നേരം കരയുന്ന എന്നെ ചേർത്ത് പിടിച്ചു എന്നറിയില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കും ഒരു ആശ്വാസം കിട്ടി. പപ്പയുടെ അല്ലുവിന് പപ്പയോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ആദ്യം തലകൊണ്ടില്ല എന്നാണ് കാണിച്ചത്. കാരണം ഉള്ളിലുള്ളത് പറയാൻ എനിക്ക് ഭയമാണ്. മോനെ, നീ വളരെ ചെറിയ കുഞ്ഞാണ്. നിന്റെ മനസ്സിൽ ഒരുപാട് ആശങ്കകൾ ഉണ്ടാകും. ഒരുപക്ഷെ പപ്പയോടോ മമ്മിയോടോ തുറന്നു പറഞ്ഞാൽ അതിനെല്ലാം പരിഹാരം ഉണ്ടാകും. അതും നീ പ്രതീക്ഷിക്കാത്ത അത്രയും നല്ല പരിഹാരം. പക്ഷെ തുറന്നു പറഞ്ഞില്ലെങ്കിലോ അത് മനസ്സിലിരുന്ന് നിന്നെ തന്നെ പേടിപ്പെടുത്തും. ഒരു നിമിഷം പോലും സമാധാനം തരാതെ അതിങ്ങനെ നിന്നെ കൊല്ലാതെ കൊല്ലും. പപ്പ പറഞ്ഞത് ശരിയാണ്. മനസ്സിൽ ചില സത്യങ്ങളിരുന്ന് നീറിപ്പുകയുന്നുണ്ട്. അതിൻ്റെ എരിച്ചിൽ കാരണം ഇപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. നന്നായി പഠിച്ചിരുന്നത് തന്നെയാണ്. പക്ഷെ ഇപ്പോൾ പുസ്തകം തുറക്കുമ്പോൾ ഓർമ്മ വരുന്നത് ചില കാര്യങ്ങളാണ്. ഞാനത് പറഞ്ഞാൽ ചിലപ്പോൾ പപ്പയെ അവർ അറിയാതെ വായിൽ നിന്ന് വീണ് പോയതാണ്. അതോടെ എൻ്റെ മനസ്സിൽ എന്തോ ഉണ്ട് എന്ന് പപ്പയ്ക്ക് മനസ്സിലായി. പപ്പയെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ചെയ്യാൻ കഴിയും എൻ്റെ മോനെ. എന്നെ ഒരുപാട് സങ്കടപ്പെടുത്താൻ കഴിയും. എപ്പോഴാണെന്നറിയാവോ? നീ അത് തുറന്നു പറഞ്ഞില്ലെങ്കിൽ. പിന്നെ പറയാതിരിക്കാനാകുമായിരുന്നില്ല. ഇത്രയും കാലം മനസ്സിൽ സൂക്ഷിച്ച ആ വലിയ ബോംബ് ഞാൻ പപ്പയുടെ മുന്നിൽ പൊട്ടിച്ചു. ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ ചെറിയ പപ്പയുടെ ബൈക്ക് നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായിരുന്നു. മുൻവശത്ത് ഒരു ചെരുപ്പുമുണ്ട്. വാതിൽ അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ കുറേ വിളിച്ചിട്ടും ആരും കേട്ടില്ല. അതുകൊണ്ടാണ് മമ്മിയെ വിളിച്ച് ഞാൻ വീടിന് ചുറ്റും നടന്നത്. ഒടുവിൽ ബെഡ്റൂമിൻ്റെ അരികിലെത്തിയ ഞാൻ ജനൽപ്പാളി തുറന്ന് അകത്തേക്ക് നോക്കി. അതിനകത്ത് കാഴ്ച കണ്ട് എനിക്ക് പേടിയായി. കുപ്പായം ഒന്നും ഇടാതെ മമ്മിയും ചെറിയ പപ്പയും അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതാണ് ഞാൻ വിളിച്ചിട്ട് കേൾക്കാതിരുന്നത്. മമ്മിയെ ചെറിയ പപ്പ കൊന്നു എന്ന് കരുതി ഞാൻ ജനലിലൂടെ മമ്മിയെ വിളിച്ചു. മമ്മി ഞെട്ടി എഴുന്നേറ്റ് ചെറിയ പപ്പ വന്ന് ജനലിൻ്റെ വാതിലടച്ചു. ഞാൻ ആകെ പേടിച്ച് കരയാൻ തുടങ്ങി. പെട്ടെന്നാണ് ചെറിയ പപ്പ വീടിൻ്റെ മുൻവശത്തു കൂടി അങ്ങോട്ട് ഓടി വന്നത്. വന്ന ഉടനെ എന്നെ ഒരുപാട് അടിച്ചു. മമ്മിയും അങ്ങോട്ട് വന്നു. എന്നെ അടിക്കുന്നത് കണ്ടിട്ട് മമ്മി ഒന്നും മിണ്ടിയില്ല. ഇവിടെ നീ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞാൽ പപ്പയെ കൊല്ലുമെന്ന് പറഞ്ഞു. അന്നു മുതൽ ഞാൻ മമ്മിയോട് ഒന്നും മിണ്ടാറില്ല. മമ്മിയും ചിലപ്പോൾ പപ്പയെ കൊല്ലും. കാരണം അന്ന് ചെറിയ പപ്പ എന്നെ ഒരുപാട് അടിച്ചിട്ട് മമ്മി ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ മമ്മി ചെറിയ പപ്പായുടെ കൂട്ടാണ്. ഒരു നിമിഷം സണ്ണി എന്തു പറയണമെന്നറിയാതെ തരിച്ചിരുന്നു പോയി. തൻ്റെ അനിയൻ തന്നോട് ഇങ്ങനെയൊരു നെറുകേട് കാണിച്ചതല്ലേ? അല്ല, അയാൾക്ക് വിഷമം തോന്നിയത് നൊന്ത് പ്രസവിച്ച സ്വന്തം കുഞ്ഞിനെ കൺമുന്നിലിട്ട് മറ്റൊരാൾ അടിക്കുന്നത് കണ്ടിട്ടും മിണ്ടാതെ നിന്ന തൻ്റെ ഭാര്യയെ അയാൾക്ക് കൊല്ലാനുള്ള ദേഷ്യമുണ്ടായിരുന്നു. പപ്പയുടെ കുഞ്ഞ് കരയുവാണോ? കരയണ്ട, പപ്പ സ്ട്രോങ് ആണ്, ആരും ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി തൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ ട്രീസ വീടിൻ്റെ മുൻവശത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു പരിഭ്രമം കണ്ടു. അത് കണ്ടപ്പോൾ എനിക്കവളെ കൊല്ലാനുള്ള ദേഷ്യമാണ് തോന്നിയത്. എന്തു പറ്റി സണ്ണിച്ച? എന്തിനാ സ്കൂളിലേക്ക് വിളിപ്പിച്ചത് എന്ന് ചോദിച്ചപ്പോൾ അവളുടെ മുഖത്തേക്ക് തന്നെ നോക്കി പറഞ്ഞു, മാർക്ക് കുറഞ്ഞിട്ടാണ് എന്ന്.
അങ്ങനെയാണെങ്കിൽ ഇവിടെ നിർത്തേണ്ട, നമുക്ക് ചെറുക്കനെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. പിന്നെ ഞാൻ പോലും അറിയാതെ എൻ്റെ കൈയാണ് അതിന് മറുപടി കൊടുത്തത്. ഒറ്റ അടി മാത്രമേ അടിച്ചുള്ളൂ. എങ്കിലും അവളുടെ മൂക്കിലൂടെയും വായിലൂടെയും ചോര വരുന്നുണ്ടായിരുന്നു. കൂടുതലൊന്നും പറയേണ്ടി വന്നില്ല. അടിയുടെ കാരണം അവൾക്ക് തന്നെ മനസ്സിലായി. രൂക്ഷമായി അവൾ എൻ്റെ കുഞ്ഞിനെ നോക്കുന്നുണ്ടായിരുന്നു. അവനെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞയച്ചാൽ പിന്നെ നിനക്ക് എന്തു ആവാമല്ലോ അല്ലേ? ഇവൻ പറയുന്നത് കേട്ടിട്ടാണോ സണ്ണിച്ചൻ? സൂര്യൻ ഇവിടെ വന്നു എന്നത് നേരെ തന്നെയാണ്. പക്ഷെ ഇവൻ പറയുന്നത് പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ കരഞ്ഞു പറഞ്ഞു. അതിന് ഇവൻ എന്തു പറഞ്ഞുവെന്നാ? കുഞ്ഞാണ്, ഒന്നും പറഞ്ഞു തന്നിട്ടില്ല. പക്ഷെ അതിൻ്റെ മനസ്സ് ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. എന്നാലും എൻ്റെ കുഞ്ഞിനെ അവനിട്ട് തല്ലുന്നത് കണ്ടപ്പോൾ നീ ഒന്നും മിണ്ടാതെ നിന്നല്ലേ? അത് ചോദിക്കുമ്പോൾ എൻ്റെയും കണ്ണുകൾ നിറഞ്ഞിരുന്നു. എൻ്റെ കുഞ്ഞിനെ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ കൊണ്ട് ചെന്നാക്കി. ഇനിയും ഇവിടെ പ്രശ്നങ്ങളുണ്ടാകും എന്നറിയാം. അതൊന്നും അവൻ കാണേണ്ട. എല്ലാവരെയും വിളിച്ചു. അവളുടെ വീട്ടുകാരെയും എൻ്റെ വീട്ടുകാരെയും, സോജൻ്റെ ഭാര്യയും വീട്ടുകാരെയും ഭാര്യയുമെല്ലാം. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞു. സോജൻ എന്നെ അടിക്കാൻ വന്നു. പക്ഷെ അവൻ്റെ ഭാര്യ അവനെ തടഞ്ഞു. അവൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ടായിരുന്നു എന്ന്. ഇപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അവൾക്കതുറപ്പായി. എനിക്കിനി ഭാര്യയായി ട്രീസയെ വേണ്ട എന്ന് ഞാൻ തുറന്നു പറഞ്ഞു. പള്ളിയിൽ ചെറിയൊരു ചർച്ച വന്നിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. ഒടുവിൽ ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. സോജനും ഭാര്യയും വിവാഹമോചനം നേടി. പക്ഷെ അവൻ ട്രീസയെ സ്വീകരിച്ചില്ല. അവൾ അവളുടെ വീട്ടിൽ പോയി നിന്ന് നരകതുല്യമായ ജീവിതം അവിടെ കഴിച്ചുകൂട്ടുന്നു. ഞാനും എൻ്റെ മോനും ഇപ്പോൾ ഹാപ്പിയാണ്. എൻ്റെ തിരക്കുകളിൽ കുറച്ചു സമയം അവനു വേണ്ടി ഞാൻ കണ്ടെത്താറുണ്ട്. പിന്നെയും അവൻ പഠിത്തത്തിൽ മുൻപോട്ട് തന്നെ വന്നു. അവനും ഞാനും ട്രീസയെ പൂർണ്ണമായും മറന്നു. അല്ലെങ്കിൽ തന്നെ സ്വന്തം കുഞ്ഞിനെ തല്ലാൻ വേണ്ടി കൂട്ടുനിന്നവൾ നാളെ കൊല്ലാനും കൂട്ടുനിൽക്കില്ല എന്ന് ആര് കണ്ടു? അങ്ങനെയുള്ളവളുമാർ കൂടെ ഇല്ലാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.